ഹായ് ഫ്രണ്ട്സ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫേഷ്യൽസ് ഒന്നും ചെയ്യാതെ നമ്മുടെ ഫേസിന് ഒരു ഗ്ലാസ് സ്കിന്നിൻ്റെ ഗ്ലോ തരുന്ന നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് മാസ്കിൻ്റെ വീഡിയോ ആണ് ഇന്നത്തേത്. ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്നത് ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ്. അപ്പോൾ നമ്മുടെ ഫേസിന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒരു ക്ലെൻസിങ് എഫക്റ്റാണ് കടലപ്പൊടി തരുന്നത്. മുഖത്തുള്ള അഴുക്ക് കളയാനും എക്സസീവായിട്ടുള്ള ഓയിൽ റിമൂവ് ചെയ്യാനൊക്കെ കടലപ്പൊടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ കടലപ്പൊടിയിലുള്ള സിങ്ക് ആക്നേനെ ട്രീറ്റ് ചെയ്യാനും അതുവഴി നമ്മുടെ മുഖത്ത് മുഖക്കുരു വരുന്നത് തടയാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് ഒരു ടേബിൾ സ്പൂൺ ഓട്സ് പൊടിച്ചതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഓട്സ് നന്നായി പൊടിച്ച് മിക്സിയിലിട്ട് പൊടിച്ച ശേഷം നമുക്ക് ഒരു ഡബയിൽ അടച്ച് വെച്ച് ഒത്തിരി നാൾ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ പൊടിച്ച് വെച്ച ഓട്സാണിത്. അപ്പോൾ ഓട്സ് നമ്മുടെ ഫേസിനൊരു എക്സ്ഫോളിയേഷനും അതുപോലെ തന്നെ മോയ്സ്ചറൈസിങ് എഫക്റ്റും പിന്നെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ നെക്സ്റ്റ് ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ഒരു ടീസ്പൂൺ അലോവേര ജെല്ലാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അലോവേര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷായിട്ട് ആ കറ്റാർവാഴയുടെ ജെല്ലെടുക്കാം. ഇനി ഇല്ലെങ്കിൽ ഇതുപോലെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഒരു ജെല്ല് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോർത്ത് ഇൻഗ്രീഡിയൻ്റായിട്ട് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഗ്ലിസറിനാണ്. ഫേസിലുള്ള പാടുകളൊക്കെ മാറാൻ ഒരു ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റാണ് ഗ്ലിസറിൻ. ഈ ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഹൈഡ്രേഷൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രൈനെസ് കുറയ്ക്കാനും ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിൽ നിന്നൊക്കെ സ്കിന്നിനൊരു പ്രൊട്ടക്ഷൻ തരാനും നമ്മുടെ സ്കിന്നിനെ മൊത്തത്തിലൊന്ന് റീഫ്രഷ് ചെയ്യാനൊക്കെ ഒരു ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണിത്. അപ്പം നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് പാലാണ്. അപ്പോൾ ഇത് പച്ചപ്പാലാണ്, അതായത് റോ മിൽക്ക്, തിളപ്പിച്ച പാലല്ല. അപ്പം നമുക്ക് നല്ല റിസൾട്ട് തരാനായിട്ട് നമ്മൾ പച്ചപ്പാൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി പാൽ അലർജി ഉള്ളവരാണെങ്കിൽ അവർക്കിതിന് പകരമായിട്ട് റോസ് വാട്ടറോ അല്ലെങ്കിൽ തൈരോ അല്ലെങ്കിൽ വെള്ളമോ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് ഒരു നല്ല സ്മൂത്ത് പേസ്റ്റ് രൂപത്തിൽ വരുന്നവരെയാണ് വേണ്ടത്. അപ്പോൾ ഇത് കുറച്ചായിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് നോക്കാം. ഒരുമിച്ച് ആഡ് ചെയ്താൽ ചിലപ്പം ഇത് വളരെ ലൂസായി പോകാനും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള രീതിയിലൊക്കെ ആയിപ്പോവും. അപ്പോൾ ഇവിടെ ഫേസ് പാക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. നാച്ചുറൽ റെമഡീസ് മാത്രം ഷെയർ ചെയ്യുന്നൊരു ചാനലാണ്. ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു 7 ഡേ ചാലഞ്ചായിട്ടാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫേസ് എത്ര ഡള്ളോ അല്ലെങ്കിൽ എത്ര സൺ ടാനോ എന്ത് പ്രോബ്ലംസ് ഉള്ളതോ ആയിക്കോട്ടെ, നിങ്ങൾ 7 ദിവസം ഈ ഒരു ഫേസ് പാക്ക് മുടങ്ങാതെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആണ്. ഒരു ഗ്ലാസ് സ്കിൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് അതനുസരിച്ച് ഈ ഫേസ് പാക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്ത ശേഷം ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞ ശേഷമേ വെയിലത്ത് ഇറങ്ങാവുള്ളൂ. മോയ്സ്ചറൈസർ ഇടാനും സൺസ്ക്രീൻ മറക്കരുത്. ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫേസ് നന്നായിട്ടൊന്ന് കഴുകുക. മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ മേക്കപ്പൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്തൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം പതുക്കെ ഒന്ന് ഒപ്പിയെടുക്കുക, മൊത്തമായിട്ട് ഡ്രൈ ആക്കേണ്ട. അതിനുശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം കുറച്ച് കയ്യിലെടുത്ത് ഫേസിൽ മൊത്തം ഒന്ന് മസാജ് ചെയ്യാം. ഇനിയിപ്പം പാടുകളൊക്കെ ഉള്ള ഭാഗമാണെങ്കിൽ അവിടേക്ക് ഒന്ന് പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഫേസിൽ മൊത്തം ഇത് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിലും അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഇത് അപ്ലൈ ചെയ്ത ശേഷം ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് നന്നായിട്ട് ഡ്രൈ ആയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഒത്തിരി ഡ്രൈ ആവാനായിട്ട് വെക്കരുത്. നമ്മുടെ സ്കിന്നിൽ ചുളിവുകളൊക്കെ വീഴാൻ അത് കാരണമാവും. അപ്പോൾ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻറ്റിനും ഒത്തിരി ബെനിഫിറ്റ്സാണുള്ളത്. അപ്പോൾ എനിക്ക് വീഡിയോയിൽ അത് മുഴുവൻ പറയാനുള്ള ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതിയാവും. ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മളിത് ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്താൽ പോലും നമ്മുടെ സ്കിന്നിന് ഒത്തിരി റിസൾട്ടാണ് അത് തരുന്നത്. അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്കിൽ ഒന്നിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമ്മുടെ സ്കിന്നിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മാറ്റിയിട്ട് ഒരു ഗ്ലാസ് സ്കിന്ന് നമുക്ക് തരുന്നത്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഫേസ് പാക്ക് അത്യാവശ്യം ഡ്രൈ ആയി തുടങ്ങിയായിരുന്നു. അപ്പോൾ നമ്മളിത് ഒത്തിരി ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ ഒരു ഫേസ് പാക്ക് മൊത്തം ഒന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് ലൂസാക്കി എടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റോളം നന്നായിട്ട് മസാജ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വെള്ളം ഉപയോഗിച്ച് കഴുകി കളയാം. അപ്പോൾ ഇപ്പോൾ ഞാൻ റിമൂവ് ചെയ്തപ്പോഴേക്കും എൻ്റെ ഫേസിന് നല്ലൊരു ഗ്ലോയും അതുപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ്നെസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചുണ്ടിൻ്റെ അടിയിലൊക്കെ അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ള സ്ഥലമായിരുന്നു, അവിടെയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. ഇത് ഞാൻ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക. നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. താങ്ക് യു. ബൈ ബൈ.